ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല വിശപ്പ്, അതിൻ്റെ കൂടെ മധുരം കഴിക്കാനുള്ളൊരു ടെൻഡൻസിയും കൂടെ കേട്ടോ. അപ്പം പുറത്തുനിന്ന് ഇപ്പോൾ ഒന്നും പോയി മേടിക്കാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നേക്കാണ്. വേറൊന്നുമല്ല, നമ്മുടെ അരിയും പയറും കൂടി ഇട്ടൊരു ചെറിയ പായസം കണക്ക് റെഡിയാക്കാമെന്നും കരുതിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഇതുണ്ടാക്കുന്നതിൽ പ്രത്യേക വേറൊരു ഉദ്ദേശവും കൂടെ എൻ്റെ മൈൻഡിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആരുവിൻ്റെ വയറ്റിനകത്തൂടെ ഈ പയറെന്ന് പറയുന്ന സാധനം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ഇനി പരിപ്പ് കറി ആയിക്കോട്ടെ, പയർ തോരനായിക്കോട്ടെ, നമ്മുടെ മോദകം ആയിക്കോട്ടെ, ഇതിനകത്തൊന്നും ഇരിക്കുന്ന പയർ അവൻ കഴിക്കത്തേയില്ല. അവന് വായി വെക്കുമ്പോഴോ ഛർദ്ദിക്കുന്ന ആ ഒരു രീതിയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് മാത്രം ഇത്തിരി മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കഴിക്കും. അത് ഒരുപാടൊന്നും കഴിക്കത്തില്ല, കുറച്ച് മാത്രം കഴിക്കും. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കരയും തേങ്ങയൊക്കെ ഞാൻ ഇടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഒന്നെങ്കിൽ ആരും അല്ലെങ്കിൽ ആദ്യം ഇതിൽ ആരെങ്കിലും ഒരാളവിടെ ഹാജരായിരിക്കും അതിൻ്റെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. മുമ്പ് ഇതിനെല്ലാം അവകാശം ഞാൻ മാത്രമായിരുന്നു. ഇപ്പോൾ അവകാശികൾ രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങ തിരുവുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു 3-4 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നിർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് ഈ ജസ്റ്റ് തേങ്ങ അതിനകത്ത് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് 1-2 തവണ വിസിലും കൂടി അടുപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും. ആ സമയം കൊണ്ട് നമുക്ക് അതിനകത്ത് കുറച്ച് നെയ്ക്കകത്ത് മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് കേട്ടോ. അതും മുറിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് കപ്പലണ്ടി ആദ്യം തൊലിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതും തൊലിച്ച് ഇത് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചിടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. മുമ്പ് ഈ നമ്മൾ പായസം വയ്ക്കുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറക്കുമല്ലോ. അപ്പോൾ ഞാനിത് കണക്ക് അമ്മയെടുത്ത് തന്നിരിക്കുമായിരുന്നു ഈ വറുത്ത് വെച്ചിരിക്കുന്നതിന് കുറച്ചെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നല്ലോ. ഇന്ന് ഇതേ കണക്ക് എൻ്റെ അടുത്ത് ആദ്യം വന്ന് നിൽപ്പുണ്ട്. എല്ലാം കാലം തിരിഞ്ഞ് നമ്മളെ മുമ്പിൽ തന്നെ വരുന്ന കണക്ക് വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാം അതിനകത്ത് നെയ്ക്കകത്ത് മൂപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. മൂപ്പിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ഇളക്കി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു മണം വരും. ഇതിൻ്റെ കൂടെ നമ്മൾ തിരളി ഉണ്ടാക്കുന്ന ഇലയുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ കൂടുതലാണ്. പക്ഷേ ഇന്നിപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് അത് ഞാൻ ഇട്ടിട്ടില്ല. അമ്മയുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഇടുമായിരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി കഴിച്ചിട്ട് നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.